Hi, in this lecture we are going to discuss about the characteristics of a JFET. JFET യുടെ characteristics ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. JFET has two types of characteristics. രണ്ട് type of characteristics ആണ് JFET ക്ക് ഉള്ളത്. First one is the output characteristics, or we can call it as drain characteristics. And the second one is the transfer characteristics. Okay. Now first one നമുക്ക് നോക്കാം drain characteristics എന്താണെന്നുള്ളത് നോക്കാം. Okay. Now this diagram represents the drain characteristics. അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ here you can see the IG is 0. Okay, IG എന്ന് പറയുന്ന ഇൻപുട്ട് കറണ്ട് ആണ്. നമ്മുടെ ഗേറ്റ് ടെർമിനൽ ആണ് കൺട്രോൾ ടെർമിനൽ. So IG is the input current, right? Here it is 0 ampere. 0 ampere ആണ്. That is the input current is 0. അതുകൊണ്ട് തന്നെ നമുക്ക് ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിസ്റ്റിക്സ് പ്ലോട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഗ്രാഫ് ബിറ്റ്വീൻ ഇൻപുട്ട് കറണ്ട് ആൻഡ് ഇൻപുട്ട് വോൾട്ടേജ്. ക്ലിയർ? ഇവിടെ ഇൻപുട്ട് കറണ്ട് 0 ആംപിയർ ആണ്. സോ വി കനോട്ട് പ്ലോട്ട് എ ഗ്രാഫ് ബിറ്റ്വീൻ ഇൻപുട്ട് കറണ്ട് ആൻഡ് ഇൻപുട്ട് വോൾട്ടേജ്. സോ ദർ ഈസ് നോ ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സ്. നമുക്ക് ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ഡ്രെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് JFET ഉള്ളത്. Now this output characteristics can be plotted using the output current in y-axis and the output voltage VDS in the x-axis. X-axis ൽ നമുക്ക് VDS ഉം y-axis ൽ നമുക്ക് ID യും യൂസ് ചെയ്തുകൊണ്ട് output characteristics പ്ലോട്ട് ചെയ്യാൻ പറ്റും. And this curve is plotted for different values of input voltage, that is the VGS. VGS ന്റെ ഡിഫറെന്റ് വാല്യൂസിനാണ് നമ്മൾ ഈ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് പ്ലോട്ട് ചെയ്യുന്നത്. Okay, so we'll take a constant input voltage. VGS will be constant for a particular curve. ഒരു particular curve ന് VGS constant ആയിരിക്കും. Say we are taking VGS as 0 volt. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഔട്ട്പുട്ട് വോൾട്ടേജ് VDS വേരി ചെയ്തിട്ട് ഇൻപുട്ട് കറണ്ട് പ്ലോട്ട് ചെയ്യും. Then again after that we change the VGS. That is the input voltage will be changed to some other value, constant value. Then again we will vary the output voltage from 0 and plot the value of ID. ഇങ്ങനെയാണ് നമ്മൾ ഡിഫറെന്റ് VGS വാല്യൂസിനാണ് നമ്മൾ ഈ കർവ്സ് പ്ലോട്ട് ചെയ്യുന്നത്, ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് കർവ്സ് പ്ലോട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ ഇവിടെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഓരോ കർവിനും നമുക്ക് പിഞ്ച് ഓഫ് പോയിന്റ് ഉണ്ട്. VGS, when VGS equal to 0, which means the gate and source terminals are short circuited. ഇവിടെ നമ്മളൊരു -1 വോൾട്ട് ആണ് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ബട്ട് 0 വോൾട്ട് ആവുന്ന ടൈമിൽ, VGS 0 വോൾട്ട് ആവുന്ന ടൈമിൽ we will get a corresponding graph like this. ഈ ഒരു ഗ്രാഫാണ് നമുക്ക് കിട്ടുന്നത്. ഈ ഒരു ഗ്രാഫിന് നമുക്ക് പിഞ്ച് ഓഫ് പോയിന്റ് ഉണ്ട്. പിഞ്ച് ഓഫ് പോയിന്റ് എന്ന് പറഞ്ഞാൽ അറിയാം അല്ലെ? when our depletion region is almost touching each other. രണ്ട് ഡിപ്ലീഷൻ റീജിയൻസും ഓൾമോസ്റ്റ് ടച്ച് ചെയ്യുന്ന ടൈമിലാണ് നമ്മൾ പിഞ്ച് ഓഫ് കണ്ടീഷൻ വരുന്നത്. ആ ഒരു പർട്ടിക്കുലർ പോയിന്റ് ആണ്, കറണ്ടിന്റെ വാല്യൂ ആണ് പിഞ്ച് ഓഫ് പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, പർട്ടിക്കുലർ വോൾട്ടേജ് ആണ് പിഞ്ച് ഓഫ് വോൾട്ടേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഉണ്ടാകുന്ന പർട്ടിക്കുലർ കറണ്ട് ആണ് നമ്മൾ IDSS, സാച്ചുറേഷൻ കറണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, നൗ ദിസ്, ഈ ഒരു പോയിന്റ്, ഈ പിഞ്ച് ഓഫ് പോയിന്റ് എല്ലാ കർവ്സിനും ഉണ്ട്. ഓക്കെ, ഹിയർ യു ക്യാൻ സി when VGS equal to -1 volt, this is the pinch off point. When VGS equal to -2 volt, this is the pinch off point. Like that. Okay, so ഈ എല്ലാ പോയിന്റ്സും കൂടെ കമ്പൈൻ ചെയ്തിട്ട് വരച്ചിട്ടുള്ള ഒരു ഇമാജിനറി ലൈനിനെയാണ് നമ്മൾ ലോക്കസ് ഓഫ് പിഞ്ച് ഓഫ് വാല്യൂസ് എന്ന് പറയുന്നത്. പിഞ്ച് ഓഫ് വാല്യൂസിന്റെ ലോക്കസ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, ക്ലിയർ? നൗ ഇവിടെ നമ്മൾ റെപ്രസെന്റ് ചെയ്തിട്ടുള്ള പിഞ്ച് ഓഫ് വാല്യൂ വോൾട്ടേജ് VP എന്ന് പറയുന്നത് VGS equal to 0 ആവുന്ന ടൈമിലാണ്. സോ VGS equal to 0 ആവുന്ന ടൈമിലുള്ള പിഞ്ച് ഓഫ് പോയിന്റ് ആണ് നമ്മളിവിടെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. ക്ലിയർ? ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, when the value of VGS is increasing in negative direction, അതായത് നമ്മൾ VGSന്റെ വാല്യൂ -1 ആക്കുക, -2 ആക്കുക, -3 ആക്കുക, നെഗറ്റീവ് ഡയറക്ഷനിൽ ഇൻക്രീസ് ചെയ്യുന്ന ടൈമിൽ the characteristics is മൂവിങ് ഡൗൺവേർഡ്. ക്യാരക്ടറിസ്റ്റിക്സ് ഡൗൺവേർഡ് മൂവ് ചെയ്യുന്നുണ്ട് അല്ലെ? 0 ആവുന്ന ടൈമിൽ ഇവിടെ ആയിരുന്നു ക്യാര, -1 ആയപ്പോൾ കുറച്ചുകൂടെ താഴത്തേക്ക് വന്നു, -2 ആയപ്പോൾ കുറച്ചുകൂടെ താഴത്തേക്ക് വന്നു, -3 ആയപ്പോൾ കുറച്ചുകൂടെ താഴത്തേക്ക് വന്നു. ഓക്കെ, -4 ആവുമ്പോൾ ഇറ്റ് വിൽ ബി ഓൺ ദി x-axis ലൈക്ക് ദാറ്റ്. ക്ലിയർ? സോ ഇത്രയാണ് നമുക്ക് ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഡ്രെയിൻ ക്യാരക്ടറിസ്റ്റിക്സിൽ പറയാനുള്ളത്. സോ ഇനി നമുക്ക്
ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. ഓക്കെ, നൗ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വി കനോട്ട് പ്ലോട്ട് എ ഗ്രാഫ് ബിറ്റ്വീൻ ഇൻപുട്ട് കറണ്ട് ആൻഡ് ഇൻപുട്ട് വോൾട്ടേജ് ബിക്കോസ് ഇൻപുട്ട് കറണ്ട് ഈസ് 0. അതുകൊണ്ട് തന്നെ നമ്മൾ ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് കൺസിഡർ ചെയ്യുന്നത്, വിച്ച് ഈസ് ദ ഗ്രാഫ് റിലേറ്റിംഗ് ഇൻപുട്ട് വോൾട്ടേജ് ആൻഡ് ഔട്ട്പുട്ട് കറണ്ട്. ഓക്കെ, ഇൻപുട്ട് വോൾട്ടേജ് ആൻഡ് ഔട്ട്പുട്ട് കറണ്ട്. So that is the transfer characteristics, input voltage and output current graph between. Okay, now the relationship of ID, that is the output current, with the VGS, that is our input voltage, can be given by the Shockley's equation. Shockley equation use ചെയ്തിട്ട് നമുക്ക് പറയാൻ പറ്റും. Now that is this is the Shockley's equation, that is ID is equal to IDSS into 1 minus VGS by VP whole square. Now this ID is the drain current, IDSS is the saturation current. Okay, VGS is the gate source voltage and VP is the pinch off voltage, and we square that. This is the Shockley's equation. So this gives a non-linear relationship. So non-linear relationship with the VGS. ഓക്കെ, ഐ ഡിക്ക് വി ജി എസുമായിട്ടുള്ള ഒരു നോൺ ലീനിയർ റിലേഷൻഷിപ്പ് ആണ് ഈ ഇക്വേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. നൗ ലെറ്റ്സ് ഗോ ടു ദ ഗ്രാഫ്. നമ്മളുടെ ഗ്രാഫിലേക്ക് പോവാം. ഹിയർ നമ്മൾ വരച്ചിട്ടുള്ളത് നമ്മളുടെ ഡ്രെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഡ്രെയിൻ ക്യാരക്ടറിസ്റ്റിക്സിൽ ഡിഫറെൻറ്റ് വാല്യൂസ് ഓഫ് വി ജി എസിന് നമ്മൾ ഗ്രാഫുകൾ പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, -3 ആൻഡ് വെൻ -4 വി ജി എസ് ഈക്വൽ ടു -4 വിൽ ഗെറ്റ് ദ ഗ്രാഫ് അലോങ് ദി എക്സ് ആക്സിസ്. എക്സ് ആക്സിസിന് അലോങ് ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഈ ഗ്രാഫിന്റെ ലെഫ്റ്റ് സൈഡിലാണ് നമ്മൾ വി ജി എസ് വേഴ്സസ് ഐ ഡി ഗ്രാഫ് പ്ലോട്ട് ചെയ്തിട്ടുള്ളത്. നമ്മൾ എന്താ ചെയ്തിട്ടുള്ളത്, ഈ ഓരോ ഗ്രാഫിന്റെയും സാച്ചുറേഷൻ വാല്യൂസ് നമ്മൾ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ആ വാല്യൂസ് ആണ് നമ്മൾ വൈ ആക്സിസിലെ പോയിന്റ്സ് ആക്കിയിട്ട് എടുത്തിട്ടുള്ളത്. ദെൻ വി ജി എസിന്റെ ഡിഫറെന്റ് വാല്യൂസ് ആണ് നമ്മൾ എക്സ് ആക്സിസിൽ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, വി ജി എസ് 0, -1, -3, -4. ദാറ്റ് വാല്യൂസ് വിൽ ബി ഗിവൺ ഹിയർ. നമ്മൾ എന്ത് ചെയ്യും, ആ ഓരോ വാല്യൂസിനും വരുന്ന ഇന്റർസെക്ഷൻ പോയിന്റ് കണ്ടുപിടിക്കും. Now this is the intersection point, 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 and this one also is the intersection point. Now we draw a graph connecting all these intersection point. This is the transfer characteristics. This graph is the transfer chara, we can say. This is the transfer chara of the JFET. So ഈ രണ്ട് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമുക്ക് JFETയുടെ കേസിൽ പറയാനുള്ളത്. ഫസ്റ്റ് വൺ ഈസ് ദ ഔട്ട്പുട്ട് ഓർ ഡ്രെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് ദ ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ്. I hope this session will be helpful for you. See you in the next session.